അപ്പോൾ മൂന്നാർ യാത്രയുടെ അവസാന ഭാഗം കാണാം. ഇതാണ് ഇട്ട പാർട്ടുകളിൽ ഏറ്റവും ചെറുത്. ഇതിനു മുന്നേ ഇട്ട 4-ാം ഭാഗമായിരുന്നു ഏറ്റവും വലുത്. ഇതിൽ 3-ാം ഭാഗമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ നമ്മൾ KSRTCയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങി നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. മുമ്പ് കാണിച്ച, അതായത് രാവിലെ ഭക്ഷണം കഴിച്ച SN റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത് കേട്ടോ. നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞതും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്ക് ഇരവികുളം നാഷണൽ പാർക്കും മറ്റുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണം എന്ന് വിചാരിച്ചാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ. പക്ഷേ സമയമായതുകൊണ്ടും ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുമെന്ന് അറിയുന്നതുകൊണ്ടും നമ്മൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് ആനമല ടൈഗർ റിസർവ് ആണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇവിടെയും ഒരു ബ്ലോക്കിൽ പെടുമായിരുന്നു കേട്ടോ. സാധാരണ അവിടെ ബ്ലോക്ക് ഉണ്ടാവാറില്ല, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഒരു ബ്ലോക്കിൽ നമ്മൾ ഒരുപാട് ടൈം അവിടെ തന്നെ നമ്മളുടെ പോയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-ാം ദിവസമാണ്. 2-ാം ദിവസം ആകെ നമ്മൾക്ക് KSRTC മാത്രമേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബ്ലോക്കുകളൊക്കെ കാരണം ഒരുപാട് നമ്മളുടെ സ്പോട്ടുകളൊക്കെ നഷ്ടമായത് ഈ ബ്ലോക്ക് ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഇടയ്ക്ക് ചെക്ക് പോസ്റ്റിൽ വന്ന സമയത്താണ് ഈ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. നമ്മൾ പോകുന്ന സമയത്തും കണ്ടിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ആ കുഞ്ഞിനെയൊക്കെ എടുത്തിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ എന്തോ കുറച്ച് നേരം ഞങ്ങളത് നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു ബ്ലോക്ക് നമ്മളിവിടെ പ്രതീക്ഷിക്കാണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ഒരുപാട് പോയി. നമ്മൾ എന്നിട്ട് അവസാനം പാലക്കാട് എത്തുമ്പോൾ തന്നെ 9:30 ആയിരുന്നു കേട്ടോ. പക്ഷെ അതിനുശേഷം ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കൂടെ കയറി വരേണ്ടതായിട്ട് വന്നു. അതിനിടയിൽ കൂടെ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ച് പോകുന്നത് കൊണ്ട് തന്നെ കുറേ വളവും തിരിവും കഴിഞ്ഞെത്തിയതും കൊണ്ടും കൂടെയാണെന്ന് തോന്നുന്നു ടൈം ഒരുപാട് നമ്മൾക്ക് യാത്രയിൽ തന്നെ പിന്നെയും പോയി. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ വീടെത്തി. അവിടെ എല്ലാവരോടും കുശലമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ തിരിച്ചു മടങ്ങി വീടെത്തുമ്പോഴത്തേക്കും 12 മണിയായിട്ടോ. എന്തായാലും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, നമ്മളുടെ കുറേ പ്ലാൻസൊക്കെ പൊളിഞ്ഞു പോയ ഒരു ട്രിപ്പായിരുന്നു അത്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയും കുറച്ച് ട്രിപ്പുകൾ വേണമല്ലോ അല്ലേ. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇത് ഗ്രീൻ ടീ ആണ്, അതുപോലെ ശർക്കര പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തേയില ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ വെക്കേഷൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. പലതവണ നീട്ടി കൊണ്ടുപോയ ഒരു ട്രിപ്പ് കൂടെയായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും 2 ദിവസം തരക്കേടില്ലാതെ തന്നെ പോയി. ആ ബ്ലോക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയം നമ്മൾ ട്രാവലിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.